Good morning, students. The next concept in related to linear programming problem, simplex method, inequality of constraints. Inequality of constraints. Maximization problem, all inequality of constraints should be less than or equal to. Minimization problem, all inequalities of the constraints must be greater than or equal to. If any of the inequalities does not possess the required signs, then it should be changed. That can be done by multiply both side minus 1. Inequality of the constraints എന്ന് പറഞ്ഞാൽ constraints inequalities ഉണ്ടാവാം. Inequalities എന്നാൽ ഈക്വൽ ആക്കാതിരിക്കുക. അങ്ങനെ ഈക്വൽ ആക്കാതെ തന്നെ നമുക്ക് പ്രോബ്ലം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പറയുന്നത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഓൾ ഇൻഇക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് ആകുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഇനി മിനിമൈസേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ ഓൾ ഇൻഇക്വാളിറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ പഠിച്ചാണ് മാക്സിമൈസേഷൻ ആണ് ലെസ് ദാൻ ഈക്വൽ ടു, മിനിമൈസേഷൻ ആണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് എനി ഓഫ് ഇൻഇക്വാലിറ്റി ഡസ് നോട്ട് പോസസ് ദ റിക്വയർഡ് ദ സൈൻ, നമ്മൾ ഈക്വൽ ടു ആക്കി മാറ്റാറുണ്ട് മുന്നേ. ഡ്യുവൽ പ്രോബ്ലത്തിൽ മാത്രമേ ഈക്വൽ ടു ആക്കാതെ ഉള്ളൂ, ബാക്കിയൊക്കെ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊക്കെ ഈക്വൽ ടു സൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ടു സൈൻ ആക്കാതെ ഇൻഇക്വാലിറ്റി ആസ് ആണെങ്കിൽ ഡസ് നോട്ട് റിക്വയർ സൈൻ, ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് ഡസ് നോട്ട് റിക്വയർഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ മാറ്റം വരുത്തണമെങ്കിൽ ഇൻഇക്വാലിറ്റീസ് മാറ്റാതെ തന്നെ നമുക്കതിനെ സാധാരണ ചെയ്യുമ്പോൾ ഈക്വാലിറ്റി സൈനിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണ് കൊണ്ടുവരാന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ മൾട്ടിപ്ലൈ ബൈ ബോത്ത് സൈഡ് ബൈ -1. ദെൻ രണ്ട് സൈഡ് ഉണ്ടാവില്ലേ, ആ രണ്ട് സൈഡിലും x1 x2 ഉള്ള സൈഡിലും അതിൻ്റെ വാല്യൂ ഉള്ള സൈഡിലും രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ എന്തായി, ഇൻഇക്വാലിറ്റി ഓഫ് ദ കൺസ്ട്രെയിൻസ് ആയി. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഡ്യുവൽ ഓഫ് ദ ഫോളോയിങ് പ്രൈമൽ. മിനിമൈസ് z is equal to 4x1 plus 2x2 plus x3 subject to x1 plus x2 less than or equal to 10. Next constraints, 3x1 plus x2 plus x3 greater than or equal to 23. Next constraints, 7x1 minus x3 is equal to 6. x1, x2, x3 greater than or is equal to 0. അപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് മിനിമൈസ് z ആണ്. 4x1 plus 2x2 plus x3 ആണ്. കൺസ്ട്രെയിൻസ് 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സെക്കൻഡ് കൺസ്ട്രെയിൻസ് 3x1 plus x2 plus x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23. അടുത്ത കൺസ്ട്രെയിൻസ് 7x1 plus x3 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിനെ നമ്മൾ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസിലേക്ക് മാറ്റി എഴുതാം. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസേഷൻ അല്ലേ. ഹെൻസ് ഓൾ ഇൻഇക്വാലിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇൻഇക്വാലിറ്റീസിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലേക്ക് മാറ്റിയിട്ട് എഴുതുകയാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറ്റമൊന്നും വരുത്തണ്ട. കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കിടെ ഒബ്ജക്റ്റീവ് എന്താ, മിനിമൈസേഷൻ അല്ലേ. മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക, മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരിക. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മിനിമൈസേഷൻ എന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഇക്വാലിറ്റിയിലേക്ക് മാറ്റണം. ഇൻഇക്വാലിറ്റിയിലേക്ക് മാറ്റം എങ്ങനെയാ, രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എന്തായിരുന്നു, x1 plus s2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, -1 ഇൻറ്റു x1 plus x2 അതൊരു സൈഡ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇൻറ്റു 10. അപ്പോൾ -1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ -x1, -1 ഇൻറ്റു +x2 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. -1 x1നെയും x2നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും, -x1 -x2. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം അവിടെ മാറ്റി എന്താവും, നമുക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സൈന് മാറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ -10. അപ്പോൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് കിട്ടി. -x1 -x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലേ മാറ്റേണ്ടത്, മിനിമൈസ് അല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. ഈ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് മാറ്റണോ, വേണ്ട, ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്.
So 3x1 plus x2 plus x3 greater than or equal to 23. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് ഈക്വൽ ടു ആയതുകൊണ്ട് അതിനും മാറ്റം വരുത്തണ്ട, വേണമെങ്കിൽ വരുത്താം. സോ ആദ്യം നമുക്ക് ഈക്വൽ ടു വെച്ചിട്ട് എഴുതാം. 7x1 മൈനസ് x3 ഈസ് ഈക്വൽ ടു 6. ഇനി നമ്മൾ ആ ഈക്വൽ ടു എന്ന് പറയുന്ന കൺസ്ട്രെയിൻസിനെയും കൂടി മാറ്റാം. കാരണം എല്ലാം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവേണ്ടത്. സോ ഇറ്റ് മേ ബി 7x1 മൈനസ് x3 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കൺസ്ട്രെയിൻസിൽ 7x1 മൈനസ് x3 ഈസ് ഈക്വൽ ടു 7 അതിനെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 7x1 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 7 ആണെന്നെങ്കിൽ വിചാരിക്കുക ആദ്യം. എന്നിട്ട് 7x1 മൈനസ് x3 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 6 ഈസ് ടു ബി കൺവേർട്ടഡ്. അതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. എന്തായിരുന്നു ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -1 ഇൻറ്റു ബോത്ത് സൈഡിൽ -1 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ഇൻറ്റു 6. രണ്ട് സൈഡിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൻസർ എന്ത് വരും? -7x1 -1 ഇൻറ്റു -x3 ആകുമ്പോൾ മൈനസും പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ആയി. ഇനി ഒബ്ജക്റ്റീവ്സ് റീറൈറ്റ് ചെയ്യാം. എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ് എന്താ? 4x1 പ്ലസ് 2x2 പ്ലസ് x3. ആ ഒബ്ജക്റ്റീവ് റീറൈറ്റ് ചെയ്യാം. ഒബ്ജക്റ്റീവ് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? മിനിമൈസ് പ്രൈമൽ പ്രോബ്ലം ക്യാൻ ബി റീറൈറ്റ് മിനിമൈസ് z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 2x2 പ്ലസ് x3. കൺസ്ട്രെയിൻസ് മാറി. എല്ലാം നമ്മൾ എന്താക്കി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മിനിമൈസ് ആയതുകൊണ്ട് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി. സോ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എന്താ? അവിടെ 1 2 3 4 നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. സോ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് മൈനസ് നിങ്ങൾ എഴുതണമെന്നില്ല. -x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. നെക്സ്റ്റ് രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന് മാറ്റം വരുത്തേണ്ട, കാരണം ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. 3x1 പ്ലസ് x2 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് മാറി. ആ 3 എന്ന് എഴുതിയ കൺസ്ട്രെയിൻസ് എഴുതണമെന്നില്ല കേട്ടോ. ഓൾറെഡി ഇപ്പുറത്ത് -1 എഴുതുന്നതുകൊണ്ട് വേണമെങ്കിൽ എഴുതാം. 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അതിനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. 7x1ന് -7x1 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6. അപ്പോൾ നമുക്ക് 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഒന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഏതൊക്കെ കൺസ്ട്രെയിൻസ്? -x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. സെക്കൻഡ് കൺസ്ട്രെയിൻസ് 3x1 പ്ലസ് x2 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് -x1 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു -6. അപ്പം 3 കൺസ്ട്രെയിൻസ് ആണ് നമുക്കുള്ളത്. x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല, നമ്മൾ ആ ഒബ്ജക്റ്റീവിനൊന്നും മാറ്റം വരുന്നില്ല. കൺസ്ട്രെയിൻസിന് മാത്രം മിനിമൈസ് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് എല്ലാ കൺസ്ട്രെയിൻസിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയ കൺസ്ട്രെയിൻസിന് മാറ്റമൊന്നും വരത്തില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവണമെങ്കിൽ ആദ്യം -1 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ. സോ ഓൾ ഇൻഇക്വാലിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10നെ മാറ്റിയിട്ട് ആ ഒരു കൺസ്ട്രെയിൻസിനെ കംപ്ലീറ്റ് എന്താക്കി മാറ്റുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ -1 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സൈഡ് -1 ഇൻറ്റു x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇൻറ്റു 10. അത് മാറ്റിയിട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x1 മൈനസ് x2 ലെസ് ദാനിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന് മാറ്റമൊന്നും വരുത്തണ്ട, കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓൾറെഡി ആണ്. സോ 3x1 പ്ലസ് x2 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് ഈക്വൽ ടു ആണ്, അതിനെ നമ്മൾ മാറ്റാം. 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈന് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ആവേണ്ടത്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു സൈന് കൊടുത്തിട്ട് 7x1 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഈക്വൽ ടുന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. എന്നിട്ട് മാറ്റാം. 7x1 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഇസ് കൺവേർട്ടഡ് ഇൻറ്റു -1 ഇൻറ്റു 7x1 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ഇൻറ്റു 6. സോ ആൻസർ എന്ത് കിട്ടും? -x1 പ്ലസ് അറിയാലോ, -1 ഇൻറ്റു -x3 എന്ന് പറയുന്നത് പ്ലസ് ആവും. പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6. So primal problem
can be converted as minimize z is equal to 4x1 plus 2x2 minus x3 subject to minus x1 minus x2 greater than or equal to minus 10. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് 3x1 plus x2 plus x3 greater than or equal to 23. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് നാലാമത്തതായിട്ടാണ് ഞാൻ എഴുതിയ 3 എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത 3 എന്ന് എഴുതിയ കൺസ്ട്രെയിൻസ് ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതിയുള്ളൂ. മൈനസ് x1 പ്ലസ് x3 greater than or equal to minus 6. x1 x2 x3 greater than equal to 0. ഇതാണ് പ്രൈമൽ പ്രോബ്ലം. ഇനി നമുക്ക് ഇതേ പ്രോബ്ലത്തെ ഡ്യുവൽ പ്രോബ്ലം ആക്കിയിട്ട് മാറ്റാം. എങ്ങനെയാ മാറ്റാം? മിനിമൈസ് സെഡിന് പകരം ജി എഴുതാം. പ്രൈമൽ പ്രോബ്ലം ഇപ്പുറത്തെ ഡ്യുവൽ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയത് ഫസ്റ്റ് എഴുതിയത് ഞാൻ പ്രൈമൽ പ്രോബ്ലം ആണ്. മിനിമൈസ് സെഡ് 4x z is equal to 4x1 പ്ലസ് 2x2 പ്ലസ് x3. അപ്പൊ ഡ്യുവൽ പ്രോബ്ലം ആകുമ്പോഴോ മാക്സിമൈസ് ജി എന്താക്കി മാറ്റും? നമ്മളെ കൺസ്ട്രെയിൻസ് വാല്യൂ. കൺസ്ട്രെയിൻസ് എന്തൊക്കെയായിരുന്നു? നോക്കൂ, മേലെ നോക്കൂ. കൺസ്ട്രെയിൻസ് എന്താ നോക്കൂ, മേലത്തെ ഇത് നോക്കൂ. ഇതല്ലേ പ്രൈമൽ ഒബ്ജക്റ്റീവ്. കൺസ്ട്രെയിൻസിലെ വാല്യൂസ് ഏതൊക്കെയാ? -10, 23, -6. അതല്ലേ നമ്മളെ ഡ്യുവൽ പ്രോബ്ലത്തിലെ മാക്സിമൈസ് ജി ഈസ് ഈക്വൽ ടു -y1 പ്ലസ് 23y2 പ്ലസ് 6y3. അതുകൊണ്ടാണ് ഞാൻ കൺസ്ട്രെയിൻസ് ഒന്നും കൂടി എഴുതിയത് 6y3. കാരണം 4 എണ്ണം ഉണ്ട്, കാരണം 4 കൺസ്ട്രെയിൻസ് ഇല്ലേ, അതുകൊണ്ടാണ് y1 y2 y3 ആണ്. 6y3 മൈനസ് 6y4. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻസുകൾ ഏതൊക്കെ വരും? സബ്ജക്റ്റ് ടു പറ. -y1 പ്ലസ് 3y2 പ്ലസ് 7y3 മൈനസ് 7y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നെക്സ്റ്റ് x2ന്റെ കേസിൽ എങ്ങനെ വരും? x2 എല്ലാത്തിലും ഇല്ല, അതുകൊണ്ട് 2 എണ്ണേ ഉള്ളൂ. -1y1 പ്ലസ് -1y1 പ്ലസ് 1y2. y3 y4 ഉണ്ടോ? ഇല്ല. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി x3ന്റെ കേസിൽ ഫസ്റ്റ് കേസിൽ x3 ഇല്ല, ഉണ്ടോ? ഇല്ല. സോ സെക്കൻഡ് കേസിൽ x3 ഉണ്ട്, തേർഡിലും ഫോർത്തിലും x3 ഉണ്ട്. സോ 1y2 മൈനസ് 1y3 പ്ലസ് 1y4. y1 ഇല്ല. 1y2 മൈനസ് 1y3 പ്ലസ് 1y4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് ഞാൻ ഇപ്പുറത്തൊന്നും കൂടി മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. -y1 പ്ലസ് 3y2 പ്ലസ് 7y3 മൈനസ് 7y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഒന്നുകൂടി മാറ്റി എഴുതിയെന്നാണ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് -y1 പ്ലസ് y2, കാരണം y3 y4 ഇല്ല, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 2. അതുപോലെ തന്നെ മൂന്നാമത്തെ കൺസ്ട്രെയിൻസിൽ y1 ഇല്ല. y1 ഉണ്ടോ? ഇല്ല. സോ y2 മൈനസ് y3 പ്ലസ് y4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡ്യുവൽ മാക്സിമൈസ് ജി ഈസ് ഈക്വൽ ടു, മാറ്റി എഴുതാം, ഒന്നും കൂടി മാറ്റി എഴുതുന്നുള്ളൂ, -10y1 പ്ലസ് 23y2 പ്ലസ് 6y3 മൈനസ് 6y4. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ഒന്നും കൂടി മാറ്റി എഴുതിയെന്നുള്ളൂ. -y1 പ്ലസ് 3y2 പ്ലസ് 7y3 മൈനസ് 7y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. -y1 പ്ലസ് y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. y2 മൈനസ് y3 പ്ലസ് y4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. y1 y2 y3 y4 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇത്രയാണ് ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ്സിലുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡ്യുവൽ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 3x2 സബ്ജക്റ്റ് ടു 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. 4x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഡ്യുവൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റീവ് മാക്സിമൈസ് z ആണ്. 4x1 3x2. കൺസ്ട്രെയിൻസ് 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 16. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് 4x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നത്.
x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസേഷൻ. ആദ്യം നമ്മൾ ഇങ്ങനെ രണ്ട് ഇൻഇക്വാലിറ്റീസ് കണ്ട, ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കൺസ്ട്രെയിൻസ് വന്നത്. ആദ്യം ആ കൺസ്ട്രെയിൻസിനെ ഒരേ ഫോമിലേക്ക് മാറ്റണം. അതാണ് നമ്മളിപ്പോൾ പഠിച്ച ഇൻഇക്വാലിറ്റീസ്. നമ്മളെ ഒബ്ജക്റ്റീവ് എന്താ? മാക്സിമൈസ് സെഡ് ആണ്. മാക്സിമൈസേഷൻ ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്താവണം? മാക്സിമൈസേഷൻ ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണ്ടേ? മാക്സിമൈസ് ആണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസേഷൻ. ഹെൻസ് ഓൾ ഇൻഇക്വാലിറ്റീസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഷുഡ് ബി ചേഞ്ച്ഡ്. അപ്പോൾ നമുക്ക് തന്ന ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുന്ന കൺസ്ട്രെയിൻസിലെ വാല്യൂ മാറ്റിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. കാരണം മാക്സിമൈസേഷൻ ആണ് ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മുടെ കൺസ്ട്രെയിൻസ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഇപ്പോൾ കൺസ്ട്രെയിൻസിനെ മാറ്റാം. രണ്ട് കൺസ്ട്രെയിൻസ് ഉള്ളത്. ഒരു കൺസ്ട്രെയിൻസ് ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് നോക്ക്, 2x1 + 3x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 16. അതിനെ മാറ്റം വരുത്തണോ? വേണ്ട. ഇതിന് മാത്രമേ മാറ്റം വരുത്തുള്ളൂ. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ആയ 4x1 + x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ അതിന് മാത്രം മാറ്റം വരുത്താം. എങ്ങനെയാ മാറ്റം വരുത്തുക? രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 into 4x1 + x2 greater than or equal to -1 into 10. മാറ്റാ. -4x1 - x2 greater than മാറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10 വന്നു. ഇനി സ്റ്റാൻഡേർഡ് പ്രൈമൽ പ്രോബ്ലം ഉണ്ടാക്കാം. കാരണം അതിന് മാറ്റമൊന്നും വരില്ല. സോ മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനുള്ള അങ്ങനെ തന്നെ എഴുതാം. 4x1 + 3x2 കൺസ്ട്രെയിൻസ് 2x1 + 3x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 16. രണ്ടാമത്തെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കൺസ്ട്രെയിൻസ് എഴുതാം. -4x1 - x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു -10. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പ്രൈമൽ ഒബ്ജക്റ്റീവ് ആയി. ഇനി അതിനെ ഡ്യുവലിലേക്ക് മാറ്റാം. ഡ്യുവൽ പ്രോബ്ലം മാക്സിമൈസ് ആയതുകൊണ്ട് എന്താവും? മിനിമൈസ് z പകരം g ഈസ് ഈക്വൽ ടു കൺസ്ട്രെയിൻസിലെ അവസാനത്തെ വാല്യൂ 16 -10. അതിനെ വെച്ചിട്ട് നമുക്ക് ഡ്യുവൽ പ്രോബ്ലത്തിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കാം. മിനിമൈസ് g ഈസ് ഈക്വൽ ടു 16y1 - 10y2. ഒബ്ജക്റ്റീവ് ആയില്ലേ? ഇനി കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. x1 എന്തൊക്കെയാ? 2x1 -4x1 അല്ലേ? അതുപോലെ തന്നെ x1ന്റെ ഒബ്ജക്റ്റീവ് എത്രയാണ്? 4 ആണ്. നമുക്ക് അതിനെ വെച്ചിട്ട് ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? 2y1 മൈനസ് കോളം വൈസുള്ള റോ വൈസ് ആക്കാം. 2x1 4 - x1 ആണ്. അതിനെ റോ വൈസ് ആക്കാം. 2y1 - 4y2. അപ്പം നമുക്ക് തന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഡ്യുവൽ പ്രോബ്ലത്തിൽ അല്ലേ? പ്രൈമലിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഒബ്ജക്റ്റീവിൽ എത്രയായിരുന്നു? 4x1 4. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് x2 ആണ്. 3x2 - x2 ഉണ്ട്. അതിനെ നമുക്ക് രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ആക്കാം. ആ രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ 3x3 ആയിരിക്കും. കാരണം ഒബ്ജക്റ്റീവിലെ വാല്യൂ 3 അല്ലേ? അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. 3x2 - x2 പകരം എന്തെഴുതാം? 3y1 - y2 ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റീവിലെ x2ന്റെ വാല്യൂ എത്രയാ? 3. സോ y1, y2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഒന്നുമില്ല, നമ്മൾ സിമ്പിളാണ്. ഡ്യുവൽ പ്രോബ്ലം വളരെ സിമ്പിളാണ്. ഈ LPPയിലെ സിംപ്ലക്സ് മെത്തേഡിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രൈമൽ പ്രോബ്ലം ഒരേപോലെയാണോ എന്ന്, ഈക്വാലിറ്റി ആണോ എന്ന്, രണ്ടും ഈക്വൽ സൈൻ ആണോ നോക്കാം കൺസ്ട്രെയിൻസിന്റെ. ഇവിടെ നമ്മൾ ഒന്ന് ഈക്വൽ അല്ലായിരുന്നു, അതിനെ ഈക്വൽ ആക്കി മാറ്റി, രണ്ടിനും എന്താക്കി മാറ്റി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് മാക്സിമൈസ് ആണ് ഒബ്ജക്റ്റീവ് എങ്കിൽ അതിന്റെ കൺസ്ട്രെയിൻസ് എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്ന് ഓൾറെഡി ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന് എന്താക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് മാറ്റിയിട്ട് ലെസ് ദാൻ ആക്കണം. ലെസ് ദാൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? -1 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസിനെ -1 into 4x1 + x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 into 10 മാറ്റി, അതിനെ മാറ്റി -4x1 - x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10 ആയി. അപ്പോൾ നമുക്ക് പ്രൈമൽ ഒബ്ജക്റ്റീവ് എഴുതാം.
Primal problem എഴുതാം. Maximize z 4x1 plus 3x2 subject to or constraints 2x1 plus 3x2 less than or is equal to 16. ഇപ്പം കണ്ടുപിടിച്ച constraints എഴുതാം. Minus 4x1 minus x2 less than or is equal to 10. x1 x2 greater than or is equal to 0. Primal problem കണ്ടാൽ അടുത്ത dual problem കാണാൻ ഈസിയാണ്. Dual problem minimize g is equal to എന്താണ് കൺസ്ട്രെയിൻസിന്റെ അവസാനം വരുന്ന 16ഉം മൈനസ് 10ഉം എടുക്കാം. സോ 16y1 മൈനസ് 10y2. ഇനി ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു എന്ന് എഴുതണേ. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എഴുതാം. x1ന്റെ കോളം മാത്രം എടുക്കാം. 2x1 മൈനസ് x1 അതിനെ നമുക്ക് ഒരു കൺസ്ട്രെയിൻസ് ആക്കി എഴുതാം. അതുപോലെ തന്നെ മാക്സിമൈസിൻ്റെ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് x1 ഉള്ള വാല്യൂ 4 അല്ലേ, 4 അതിൻ്റെ വാല്യൂ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി പ്രൈമൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം 2y1 മൈനസ് 4y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി അടുത്ത x2 ആണ്. 3x2 മൈനസ് x2 ഉണ്ട്. അതിന്റെ മാക്സിമം വാല്യൂ 3 ആണ് വരുന്നത് ഒബ്ജക്റ്റീവിൽ. അപ്പൊ അതിനെ നമുക്ക് y1 y2 കൊടുക്കാം. 3y1 മൈനസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. y1 y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. സിമ്പിൾ അല്ലേ? അടുത്തൊരു ഹോംവർക്ക് നോക്കിക്കോ. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് x2. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് x2 സബ്ജക്റ്റ് ടു 3x1 പ്ലസ് x2 greater than or equal to 3. 4x1 plus 3x2 greater than or equal to 6. Next x1 plus 2x2 greater than or equal to 3. x1 x2 0. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. മിനിമൈസ് അറ്റ് 2x1 പ്ലസ് x2 ആണ്. സബ്ജക്റ്റ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് കൺസ്ട്രെയിൻസിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഇനിക്വാലിറ്റീസിന് ഇക്വാലിറ്റി ആക്കണോ? വേണ്ട. ഇതിനെ എന്താക്കി മാറ്റിയാൽ മതി? ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റിയാൽ മതി. ഇക്വാലിറ്റി ഒന്നും ആക്കണ്ട. ഇതിനെന്ത് കൊടുത്താൽ മതി? ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൊടുത്താൽ മതി. എങ്ങനെയാ വരാൻ വെച്ചാൽ ടീച്ചർ പറഞ്ഞുതരാം. 3y1 പ്ലസ് 4y2 പ്ലസ് 1y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നെക്സ്റ്റ് 1y1 പ്ലസ് 3y2 പ്ലസ് 2y3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇത്രയാണ് ഇതിന്റെ ആൻസർ വരിക. ഇത് നിങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് ഇക്വാലിറ്റീസ് ആണ്. ഇനിക്വാലിറ്റീസ് കൺസ്ട്രെയിൻസ് മാക്സിമൈസേഷൻ പ്രോബ്ലം ഓൾ ഇനിക്വാലിറ്റീസ് കൺസ്ട്രെയിൻസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു. മിനിമൈസേഷൻ പ്രോബ്ലം ഓൾ ഇനിക്വാലിറ്റി കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇഫ് എനി ഓഫ് ദ ഇനിക്വാലിറ്റി ഡസ് നോട്ട് പോസസ് ദ റിക്വയർഡ് സൈൻ then it should be changed. Then it will be multiplied both side -1 ആണ്. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് മിനിമൈസ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് മിനിമൈസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു വരും. ആദ്യം ഈ ഒരേ സൈനാക്കി മാറ്റണമെങ്കിൽ രണ്ട് സൈഡും എന്ത് ചെയ്യുക? -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ മിനിമൈസ് ആണ് ഫംഗ്ഷൻ. സോ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നത്. അതിനെ രണ്ട് സൈഡിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ആയി മാറി. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന് മാറ്റമൊന്നും വരുന്നുണ്ട്. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് ഈക്വൽ ടു ആണ്. അപ്പോൾ അതിനെയും എന്താക്കി മാറ്റണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. ദാറ്റ് ഈസ് ബോത്ത് സൈഡ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവും കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ അതിനെ പ്രൈമൽ പ്രോബ്ലം മാറ്റി എഴുതും. എന്നിട്ട് അതിനെ ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റി എഴുതും. ഡ്യുവൽ പ്രോബ്ലത്തിൽ നമുക്കറിയാം കൺസ്ട്രെയിൻസിൽ അവസാനം കിട്ടുന്ന വാല്യൂ ആണ് ഡ്യുവൽ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ്. മാക്സിമൈസ് ജി, മിനിമൈസ് സെഡ് ആയതുകൊണ്ട് മാക്സിമൈസ് ജി വരും. അപ്പൊ അതിന്റെ നമ്മൾ അതിന്റെ എന്തെഴുതും? വാല്യൂ എഴുതും. സോ മാക്സിമൈസ് ജി -10y1 പ്ലസ് 23y2 പ്ലസ് 6y3 മൈനസ് 6y4 എഴുതും. അതിന്റെ കൺസ്ട്രെയിൻസ് മാറ്റി എഴുതും. കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, നേരത്തെ കോളം വൈസ് എഴുതുന്നതിന് പകരം ഇവിടെ റോ വൈസ് എഴുതും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിലെ ഓരോന്നിന്റെയും വാല്യൂ x1ന്റെ വാല്യൂ ആയിരിക്കും ഒന്നാമത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ, x2ന്റെ വാല്യൂ ആയിരിക്കും രണ്ടാമത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ, x3ന്റെ വാല്യൂ ആയിരിക്കും മൂന്നാമത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ. അടുത്ത നമ്മൾ ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്ത്
ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ആണ്. അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടത്. ഒന്ന് ഗ്രേറ്റർ ദാൻ ഉണ്ട്, അതിനെ നമ്മൾ ലെസ് ദാൻ സൈന് -1 ഇട്ട് ചെയ്യും. എന്നിട്ട് പ്രൈമൽ പ്രോബ്ലം എഴുതും. എന്നിട്ട് അതിനെ ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റും. സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഈ ചാപ്റ്റർ ടീച്ചർ ഒന്ന് ഓടിച്ച് പോവാണ്. LPP സിംപ്ലക്സ് മെത്തേഡാണ്. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്ത് LPP സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് സിംപ്ലക്സ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ ടേംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഫോം, സ്ലാക്ക്, ടീച്ചർ കുറച്ച് ഇതിനകത്ത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബേസിക് ടേംസ് LPP പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്റർ. സിംപ്ലക്സ് മെത്തേഡ്, അതിൽ കുറച്ച് സ്ലാക്ക് വേരിയബിൾ, സർപ്ലസ് വേരിയബിൾ, ബേസിക് വേരിയബിൾസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സിംപ്ലക്സ് ടേബിൾ എക്സും 1ഉം കൊടുത്തിട്ട് സിംപ്ലക്സ് ടേബിൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്ത്. പിന്നെ 2 രീതിയിലുള്ള ഒബ്ജക്റ്റീവാണ്. മിനിമൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മാക്സിമൈസ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത്. അപ്പോൾ മിനിമൈസ് പ്രോബ്ലം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ അവിടെ 2 വേരിയബിൾസ് യൂസ് ചെയ്ത്, സർപ്ലസ് വേരിയബിൾസും ആർട്ടിഫിഷ്യൽ വേരിയബിൾസും. ഇനി ലെസ് ദാൻ മാക്സിമൈസ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ അവിടെ ഒറ്റ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ളൂ, സ്ലാക്ക് വേരിയബിൾസ് മാത്രം. അപ്പം അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാബിൾ വരച്ചിട്ട് ഫൈനലി അതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ള കണ്ടെത്തി. രണ്ടാമത്തെ കാറ്റഗറിയിൽ മിനിമൈസേഷൻ കേസിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് മാക്സിമൈസേഷനും മിനിമൈസേഷനും ചെയ്ത്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അവിടെ മിനിമൈസേഷനും മാക്സിമൈസേഷനും രണ്ടും വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം മിനിമൈസേഷൻ ആയാലും മാക്സിമൈസേഷൻ ആയാലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്തത് കൺസ്ട്രെയിൻസിനെ എന്താക്കി മാറ്റി, ഈക്വൽ ടു ആക്കി മാറ്റി. എന്നിട്ട് മിനിമൈസേഷൻ ആകുമ്പോൾ അവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ സർപ്ലസ് വേരിയബിൾ S1 S2 കൊണ്ട് മൈനസും ചെയ്ത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 A2 കൊണ്ട് ചെയ്ത് എന്നിട്ട് ഈക്വൽ ടു ആക്കി മാറ്റി. ഇനി മാക്സിമൈസേഷൻ കേസ് ആകുമ്പോൾ അവിടെ സ്ലാക്ക് വേരിയബിൾസ് S1 S2 ആഡ് ചെയ്ത് ഈക്വൽ ടു ആക്കി മാറ്റി ചെയ്ത്. എന്നിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മളെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് റീസെറ്റ് ചെയ്യും. അവിടെ സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവിടെ 0 സ്ലാക്ക് വേരിയബിൾസിനും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിളിനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 0 വാല്യൂ കൊടുക്കും. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് എന്ത് കൊടുക്കും, M എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് M വാല്യൂ കൊടുക്കും. മിനിമൈസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് +M-ഉം മാക്സിമൈസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് -M-ഉം കൊടുക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു 3ഉം വരും. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ വാല്യൂ കൊടുത്തിട്ട് ആദ്യം അതിനെ എന്ത് ചെയ്യും, ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആക്കി മാറ്റും. എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിനെ മാറ്റും. എന്നിട്ട് അതിന് ഇനീഷ്യൽ സാമ്പിൾസും സാമ്പിൾ ടേബിളും സെക്കൻഡ് സിംപ്ലക്സ് ടേബിളും തേർഡ് സിംപ്ലക്സ് ടേബിളും ഒക്കെ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ നമ്മൾ അവസാനം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഫൈനലി ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണും. നെക്സ്റ്റ് കൺസെപ്റ്റ് അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണ്. ബൗണ്ടഡ് അല്ലാത്ത സൊല്യൂഷൻ ആവുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ അവിടെ ഒഴിവാക്കാനും പറ്റില്ല. അവസാനം നമുക്ക് ഫൈനൽ സൊല്യൂഷനും കിട്ടില്ല. നെക്സ്റ്റ് ഇൻഫീസിബിൾ